ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതാണ്. അതായത് ബുള്ളിയൻ റോസ് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒരു റോസ് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഭയങ്കര പാടാണെന്നുള്ളത്. ഒരു പാടുമില്ല. നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ ഒരു മെത്തേഡിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. 2 പ്രാവശ്യം വേണ്ട, ഒരു പ്രാവശ്യം ചെയ്താലും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാനിവിടെ യെല്ലോ കളർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞൊരു 6 ഇഴ നൂലാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ അതിലൊരു 3 ഇഴ നൂലെടുത്തിട്ട് നമ്മളത് സൂചിയിൽ കോർത്തിട്ട് കെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിട്ടിരിക്കുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ 6 ഇഴ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈ കാണിക്കുന്ന രീതിയിൽ ഒരു 0.5 സെൻറ്റിമീറ്റർ വന്നാൽ മതി കേട്ടോ. നമ്മൾ ഈ എടുക്കുന്ന നീളം, നമ്മൾ ഈ കുത്തിയെടുക്കുന്ന നീളം എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തുക. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്തേക്ക് തന്നെ നമ്മൾ ഇതുപോലെ സൂചി കൊണ്ടുചെല്ലുക. അതിനുശേഷം നമ്മുടെ ആ മുകളിൽ ഞാൻ ആ തൊട്ട് കാണിച്ച ആ നൂലാണ് നമ്മൾ ഈ സൂചിയിലേക്ക് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 7 തവണ നമ്മൾ ഈ സൂചിയിൽ ചുറ്റണം. ഇതുപോലെ. അപ്പോൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതാ സൂചി ഇതുപോലെ നന്നായിട്ട് കയറ്റി വെച്ചതിന് ശേഷം ചുറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മുറുക്കി, അതായത് ടൈറ്റായിട്ട് ചുറ്റരുത്. ഒരു അത്യാവശ്യം അഴച്ച് തന്നെ ചുറ്റുക കേട്ടോ. എങ്കിലാണ് നമുക്കിത് നന്നായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ ആദ്യം എടുത്തിടത്തേക്ക് തന്നെ നമ്മൾ താഴേക്ക് കുത്തി എടുക്കുകയാണ്. ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണമായി. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണോടി നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പൂവ് ഒരുപാട് വലുതാവണം എങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് ഈ നൂല് ചുറ്റിയെടുക്കുന്നതിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്നത് ചെറിയൊരു പൂവിൻ്റെയാണ്. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നില്ല, അത്രയും വലിപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ വരത്തുള്ളൂ. അപ്പം ഞാൻ 2 എണ്ണം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നൂല് സൂചി മുകളിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഇതുപോലെ തന്നെ ചെയ്യുവാണ്. പിന്നെ ഇനി നമ്മൾ ഈ നൂല് ചുറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 തവണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 7 തവണയാണ് എടുത്തത്. ഇനി നമ്മൾ ഇത് 11 തവണയാണ് ഇതുപോലെ സൂചിയിലേക്ക് നൂല് ചുറ്റുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സൂചി ഇങ്ങ് വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആദ്യം കുത്തിയിടത്തേക്ക് ഇതുപോലെ കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഈ രണ്ടാമത് ഈ സൂചി കുത്തുന്നത് ഒരല്പം ഉള്ളിലേക്കായിട്ട് കുത്തി കൊടുക്കുക. അതായത് നമ്മുടെ നൂലിൻ്റെ പുറത്തേക്ക് ഒരിക്കലും വരരുത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പം. എങ്കിലാണ് പതിയെ ഒന്ന് വളഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. നൂല് നമ്മൾ കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഒരു 1/4 ഭാഗത്ത് നിന്നാണ് അടുത്ത സ്റ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ അതും ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/3 വരാൻ പാകത്തിന് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ 11 തവണയാണ് സൂചിയിലേക്ക് നൂല് ഇതുപോലെ ചുറ്റേണ്ടത് കേട്ടോ. അപ്പോൾ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് സ്പീഡപ്പാക്കി കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയണേ മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് സ്ലോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതും നമ്മൾ ആദ്യം എടുത്തിടത്തിലേക്ക് തന്നെ കൊണ്ടുപോയി ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൂചി വലിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് വരത്തുള്ളൂ. അതിന് ശേഷം നമുക്കിതുപോലെ താഴേക്ക് എടുക്കാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എടുത്തതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അകത്തു നിന്ന് ഇതാ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്ത സ്റ്റിച്ചിൻ്റെ 1/4 ഭാഗത്തേക്ക് വരാൻ ഭാഗത്തിന് ഇതാ ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 11 തവണ സൂചിയിൽ നിന്ന് നൂല് ചുറ്റിയെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ വളരെ എന്താ പറയുക, ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നന്നായിട്ട് ആയി വരും കേട്ടോ ഈ ഫ്ലവർ. പിന്നെ നമ്മൾ ഈ നൂല് ചുറ്റുമ്പോൾ ഒക്കെ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ? ഇനി വലിച്ചു കഴിഞ്ഞാൽ ഈ നൂല് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ടൈറ്റ് ചെയ്തില്ല എങ്കിൽ നൂലിങ്ങനെ അഴഞ്ഞഴിഞ്ഞിരിക്കും. കണ്ടില്ലേ? കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കുത്തിയോടത്തേക്ക് തന്നെ ഇതുപോലെ താഴേക്ക് എടുക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇതിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ 6ഓ 7ഓ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. നമ്മളിത് ചെറിയൊരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് തിക്കായിട്ട് വരും. അപ്പം ഞാനിവിടെ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇപ്പം നിർത്തിയിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ആ നിർത്തിയിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ആ ഒരു 1/4 ഭാഗത്തു നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഏകദേശം ഒരു 6 എണ്ണം വരാൻ പാകത്തിന് ഡിവൈഡ് ചെയ്ത്, ഇനി നമ്മൾ ഈ എടുക്കുന്ന ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 13 ലൂപ്സാണ് എടുക്കുന്നത്. ഇതുപോലെ 13 തവണ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ സൂചി വലിച്ചെടുക്കാം. സൂചി വലിച്ചെടുക്കുമ്പോൾ പതിയെ കെട്ടൊക്കെ കൂടാതെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉള്ളിലേക്ക് കൊടുക്കാം. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കുറച്ച് അകത്തേക്ക് ചേർത്ത് വേണം കുത്താനായിട്ട്. പുറത്തേക്ക് ഒരിക്കലും ഈ കുത്തി കൊടുക്കരുത് കേട്ടോ. എങ്കിലാണ് നമുക്കിത് വളഞ്ഞ് പതിയെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ പൂവിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതാ ഇനിയും ആ ചെയ്തതിൻ്റെ 1/4 ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 6 സ്റ്റെപ്പ്, അതായത് 6 തവണ നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ എടുക്കുമ്പം ഇങ്ങനെ 1/4 ഭാഗത്തു നിന്ന് എടുക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് വേഗം സ്പീഡപ്പ് ആക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം ഇത്രയേ ഉള്ളൂ. ഇതിനി ഒരു 6 തവണ കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിൻ്റെ ഷേപ്പ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഡിസൈൻ നമ്മുടെ ശ്രുതി സ്ട്രിപ്സ് ആൻഡ് ഡോഗ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ ചെയ്തിരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ആ തുണിയിൽ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ലീഫ് അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, അത് ഞാൻ വെറുതെ വരയ്ക്കാതെ വെറുതെ അങ്ങ് ചെയ്ത് വെച്ചതാണ്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് അത്ര ശരിയായില്ല. പക്ഷേ ലീഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയില്ല, ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. 4 എണ്ണം ആയി. അഞ്ചെണ്ണായി. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ നൂല് കെട്ടുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നൂലങ്ങ് എടുത്തതിന് ശേഷം വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ 6 എണ്ണം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടിയിൽ ഇതുപോലെ ഒരു നോട്ടിട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചുരിദാറും നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലീഫ് ചെയ്തതാണ്.
അപ്പോൾ ലീഫ് അത്ര ശരിയായിട്ടുള്ള ലീഫ് ഞാൻ നന്നായിട്ട് വേറൊരു വീഡിയോ പറഞ്ഞു തരാം. അപ്പോൾ വരയ്ക്കാതെയൊക്കെ ചെയ്തുകൊണ്ട് അതത്ര ഭംഗിയായില്ല. പക്ഷേ ഫ്ലവർ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.